എൻ്റെ പൊന്നു ഗൈസ്, അങ്ങനെ നമ്മുടെ ആപ്പിളിൻ്റെ ഡെവലപ്പർ കോൺഫറൻസ് എല്ലാം ഇങ്ങനെ ഓൺഗോയിങ് ആണ്. അതിനകത്ത് ഡെവലപ്പർ കോൺഫറൻസ് എങ്ങനെ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ സിനിമേനെ അവർ പ്രൊമോഷൻ ചെയ്യാനൊന്നും മറന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ F1 സിനിമേനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇതായിപ്പോൾ ഞാനും പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളിവിടെ പറഞ്ഞു നിർത്തി ഡെവലപ്പർ കോൺഫറൻസ് ഇങ്ങനെ ഓൺഗോയിങ് ആണ്. എസ്പെഷ്യലി ഇതിനകത്ത് വന്നൊരു പുതിയൊരു ഫീച്ചറായിട്ട് പറയുന്നത് ആ ഒരു UI, അതേപോലെ തന്നെ ആ ഒരു ഇൻ്റർഫേസിൽ വന്നിരിക്കുന്ന ആ ഒരു ചെറിയൊരു മാറ്റം തന്നെയാണ്. അവർ യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് ഗ്ലാസ് ആണ്. ഫ്രെയിം വർക്ക് അല്ല, ഒരു പുതിയൊരു ഡിസൈൻ സ്റ്റൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അതേപോലെ വളരെയധികം സ്മൂത്ത് ആയിരിക്കും. മെനൂസ്, വിഡ്ജറ്റ്, ഇതെല്ലാം വളരെയധികം സ്മൂത്ത് ആയിരിക്കും. നല്ലൊരു ഗ്ലാസ്സിലേക്ക് ഫ്രെയിം വർക്ക് പോലെയാണ് നമുക്കിങ്ങനെ കാണാനൊക്കെ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഏകദേശം iOS 7 ശേഷം ഇത്രയധികം കാലങ്ങൾ നീണ്ട കാത്തിരിപ്പ്, അതിനുശേഷമാണ് അവർ iOS 26 ഇങ്ങനൊരു അടുത്ത ഐറ്റം അവർ ഇറക്കി വിട്ടേക്കുന്നത്. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഫീച്ചർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും സ്വിഫ്റ്റിൻ്റെ UI തന്നെയാണ്. ആ ഒരു UIയിൽ സെർട്ടൻ കൈൻഡ്സ് ഓഫ് APIs ആണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു APIയിൽ നിന്നാണ് ഈ ഒരു വിഷ്വലി നമ്മൾ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ട് ആ ഒരു ഗ്ലാസ് ലൈക്ക് ഫ്രെയിം സ്ട്രക്ചറിൽ കളർ തീംസ് എല്ലാം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ മാറുന്നത്, അതേപോലെ തന്നെ വളരെയധികം ട്രാൻസ്പെറൻ്റ് ഒക്കെ ആവുന്നത്. അപ്പം ആ ഒരു സ്വിഫ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടെ ആ ഒരു ഇപ്പം പുതിയൊരു API ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട് സ്വിഫ്റ്റിൽ, അതും കൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.